അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മളൊക്കെ സ്വപ്നത്തിൽ പലതും കാണാറുണ്ട്. നല്ലതും കാണാറുണ്ട്, മോശപ്പെട്ട രംഗങ്ങളും കാണാറുണ്ട്. ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ അത് എല്ലാവരോടും ഇങ്ങനെ തുറന്നു പറയുക എന്നുള്ളത് പാടില്ല. പ്രത്യേകിച്ച് ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നാം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് പിശാചിൻ്റെ ഭാഗത്തുനിന്നുള്ള ശൈത്താൻ്റെ ഭാഗത്തുനിന്നുള്ള ശല്യപ്പെടുത്തലുകളാണ്. നമ്മെ ടെൻഷൻ അടിപ്പിക്കാൻ, നമ്മെ വിഷമിപ്പിക്കാൻ, നമ്മെ വേദനിപ്പിക്കാൻ, നമ്മെ പ്രയാസപ്പെടുത്താനൊക്കെ വേണ്ടി ശൈത്താൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നാം കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ നിങ്ങൾ സ്വപ്നത്തിലൂടെ ഇങ്ങനെ വിഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പിയിട്ട് അവൻ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് വേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു ഗ്രാമവാസിയായ ഒരു സ്വഹാബി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, റഅയ്തു ഫിൽ മനാമി കഅന്ന റഅസി ളുദിബ ഫതദഹറജ. നബിയെ, സ്വപ്നത്തിൽ ഞാൻ കണ്ടത് എൻ്റെ തല അത് മുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുറിക്കപ്പെട്ട തല അതിങ്ങനെ മുകൾ ഭാഗത്തും ഉരുണ്ടിങ്ങനെ താഴോട്ട് ഉരുണ്ടുപോകുന്ന രംഗമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഫസ്തദ തല അസരിഹി. അതിനുശേഷം ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാതെ മാനസികമായ വലിയ വിഷമങ്ങൾ, വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നബിയെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തിൻ്റെ പ്രയാസത്തിൻ്റെ പരിഹാരം എന്താണ്? ഇതാണ് ആ സഹാബയ്ക്ക് അറിയേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാം, ലാ തുഹദ്ദിസന്നാസ ബിതലഉബി ശൈത്താനി ബിക ഫീ മനാമിക്. സ്വപ്നത്തിൽ ശൈത്താൻ നിന്നെ കൊണ്ട് ഇങ്ങനെ ഓരോ കളി കളിപ്പിക്കുന്നത്, നിന്നെ ഈ വിഷമിപ്പിക്കുന്നത്, പ്രയാസപ്പെടുന്ന ജനങ്ങളോട് പറയണ്ട. അത് നീ പറയാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ഈ ഹദീസിൽ തന്നെ കാണാം, ഇദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പിന്നീട് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഒരിക്കലും ശൈത്താൻ നിങ്ങൾ സ്വപ്നത്തിലൂടെ പലതും കാണിച്ചു തരും. നിങ്ങൾ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, മാനസികമായ വലിയ വിഷമങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ കാര്യങ്ങളും ശൈത്താൻ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണിച്ചു തരും. ഓരോ അപകടത്തിൽ പോയി ചാടുന്നത്, ശത്രു നിങ്ങൾക്ക് നേരെ വരുന്നത്, പാമ്പ് നിങ്ങൾക്ക് നേരെ ചീറ്റുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്വപ്നങ്ങൾ നമ്മൾ കാണാറില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ശൈത്താൻ ഇങ്ങനെ കാണിച്ചു തരുന്ന കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ജനങ്ങളോട് ഇത് പറയാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നല്ലവരോട്, ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ഇതിൻ്റെ വിശദീകരണം എന്താണ്, വ്യാഖ്യാനം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കുന്നതിന് വിരോധമൊന്നുമില്ല. എന്നാൽ അത് നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയാണ്, സമാധാനമാണല്ലോ, സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ. ശൈത്താൻ കാണിക്കുന്ന ഇത്തരം ദുസ്വപ്നങ്ങളൊക്കെ മറ്റൊരോട് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ജീവിക്കണ്ട എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൈശാചികമായ എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു തആല എല്ലാ സമയത്തും അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു കാവൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.